ആരെയും കാണാനില്ല. നമുക്ക് ബാക്കിൽ പോയി നോക്കാം. സുന്ദരം നിൽക്കണോ? വീട് ചുറ്റിയ റൂം സെലക്ട് ചെയ്തോ. എനിക്കിവിടെ കുറച്ച് പണിയുണ്ടോ, ഞാൻ വരാം. സുന്ദരന്റെ ഭാര്യയാണോ? പേരെന്താ? ഈ പേര് വിളിക്കുക. അയ്യോ, ഇതെപ്പോ തോന്നുന്നു. ഇത് ഏത് റൂമിന്റെ? റൂം വീട് ഇഷ്ടായോ? അത് കുഴപ്പമില്ല. ലൈറ്റ് എടുത്തോട്ടെ. അവരെന്നാ കണ്ടിട്ടോ, ഞാൻ ചാവി കൊടുത്തിണ്ടായി. നമ്മുടെ രാമുവിന്റെ റൂമിന്റെ. അവർക്ക് റൂം ഇഷ്ടായ? അവരെന്നെ വിളിക്കണ്ട. റൂമൊക്കെ വീടൊക്കെ കണ്ടില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ റൂം ഒതുക്കിയ റൂം ഒതുക്കി. ഞാൻ ഇപ്പൊ വരാം. ഒന്നില്ല, വെറുതെ തോക്കൊക്കെ പെട്ടി വെച്ച് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഇതാരെ ഫോട്ടോ ഇത്? നമുക്ക് സുന്ദരം വരുമ്പോ സുന്ദരം ചോദിക്കാം. ബാത്റൂം എവിടെയാ? വിലാസിനി, വിലാസിനി. എന്തോ മാഡം, ഞാനിവിടെ കുറച്ച് ജോലിയില്ല. ബാത്റൂം എവിടെയാ? ബാത്റൂം നിങ്ങ റൂമിന്റെ തൊട്ടപ്പുറത്ത്, ഇരിക്കണ റൂമിന്റെ തൊട്ടപ്പുറത്ത് ഒരു വാതിൽ കണ്ടോ? ആ വാതിൽ തുറന്ന ബാത്റൂം കാണാം. അത് മുന്നിൽ
ഫോട്ടോയാ അപ്പൊ അത് കൊണ്ടുപോയില്ലേ? മറന്നു. പിന്നെ കൊണ്ടുപോയി. സുന്ദര എന്താ മേഡം? അപ്പൊ വരാം. വേഗമായോ? ചെറുപ്പത്തിലെ ഫോട്ടോകളാ? കുട്ടികളുടെ ഫോട്ടോ. പിന്നെ നിൽക്കാവുന്ന വിലാസിനി അവിടെ ഉണ്ട്. വിളിച്ചു കേട്ടില്ലേ? അവള് പുറത്ത് പോയി അടിക്കാൻ വിത്തടിക്കാൻ പോയിണ്ടായി. ഈ വീട്ടിലെന്തോ പന്തികളുണ്ടല്ലോ. സുന്ദര പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമാണ്. സുന്ദര സുന്ദര എന്താ വേണം? ഇത് തന്നെ ഫോണാണോ? ഹലോ, എന്തേ നീ എവിടേക്ക് പോയേ? ഞാൻ ആ റൂം നോക്കാൻ പറഞ്ഞല്ലേ. അമ്മയ്ക്ക് വയ്യാന്നാ? ശരി, ഞാൻ നോക്കാപ്പ റൂം. അവിടെ അമ്മയുടെ വീട്ടിൽ പോയിന്ന്. ഇനിയിപ്പോ ഞാൻ ഒതുക്കണ്ടേ? ഞാൻ പോയി ഒതുക്കിട്ട് തരാം. എന്നിട്ട് അമ്മയ്ക്ക് പറ്റിയ? അല്ല, മറ്റേ വീട്ടിൽ പോയി. അവള് ബാത്റൂമിൽ പോയിക്കാം. ഞാൻ റൂം ഒതുക്കിട്ട് തരാം. കിച്ചു കിച്ചു എന്താ സങ്കട പോയേ? ഞാൻ വീടിന്റെ പറമ്പൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. നല്ല കൂളിംഗ് ആയിരുന്നു. എന്നോട് പറയണ കൊത്തിക്ക് പോയി കണ്ടൂല്ലേ? ദുഷ്ടത്തി. എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ നീ പേടിപ്പിക്കാത്ത കാര്യം പറ. ഞാൻ എന്റെ ഫോട്ടോനെ കുറിച്ച് ചോദിച്ചപ്പോ സുന്ദരൻ നിന്ന് പതുങ്ങ. പിന്നെ ഈ കുട്ടികളുടെ ഫോട്ടോകൾ ചോദിച്ചപ്പോൾ സുന്ദരൻ ഇങ്ങനെ പതുങ്ങ. അതിൽ ചോദിക്കുമ്പോ പോകാൻ പറയാ റൂം ഒതുക്കാൻ പോവാ, പറമ്പ് കാക്കാൻ പോവാ ഒക്കെ പറഞ്ഞോണ്ടിരിക്കും. നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. അതെ, വെറുതെ തോന്നുന്നത്. അമ്മ വീട്ടിൽ പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവള് സംസാരിക്കുമ്പോ പേടിച്ച് പോവുക. എനിക്ക് തോന്നി. പിന്നെ ഞാൻ പറയാണ്ടിരുന്നതാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നീ എന്നിട്ട് പറഞ്ഞേ? അന്നേരം എനിക്കിത് തോന്നിയില്ല. ഇപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി. നീ ആലോചിക്കുന്നത് മാത്രം ശരി. ഞാൻ കൈകളൊക്കെ തെറ്റിച്ചു. ഓ, സുന്ദരം വൃത്തിയാക്കിയിട്ടായിരിക്കും. അവിടെ തൂണിടക്കിയപ്പോ വീണതായിരിക്കും. പേടിച്ച് മാഡം റൂം ഒതുക്കിയിട്ട് അവിടെ അടിച്ചു വരെ ഒന്ന് സെറ്റ് ആക്കണം. അത് കഴിഞ്ഞ് റൂമിൽ കയറാം. താനവിടെ വൃത്തിയാക്കിയപ്പോൾ ബോൾ തട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലോ, ബോളൊന്നുമില്ല. അവിടെ ബോളൊന്നും ഉണ്ടായില്ല. അവിടെ തുണികൾ മാത്രം ഇങ്ങനെ അതുപോലെ ആയിരുന്നു. മേഡം കണ്ടതല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഉണ്ടായുള്ളൂ. ഞങ്ങളിവിടെ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ബോൾ വന്നു. ബോള് വന്നപ്പോ ഞാൻ പെട്ടെന്ന് പേടിച്ച്. അപ്പൊ അത് മേഡം തോന്നിയതായിരിക്കും. ആ ബോളാണോ? ഏത് ബോള്? ഉണ്ടായില്ല. മേഡത്തിന് തോന്നിയതായിരിക്കും. നമുക്ക് പുറമൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ പുറം ഭാഗമൊക്കെ ഒന്ന് കാണും. എനിക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തിയിട്ടില്ല. എനിക്കൊരു മോനുണ്ട്. അവൻ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിട്ടാ. അപ്പൊ അവൻ നിങ്ങളെ സാധനങ്ങളൊക്കെ ശരിയാക്കി തരും. ഞാനവിടെ അടിച്ചു വാരി. കുഞ്ഞാ കുഞ്ഞാ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞൻ. കുഞ്ഞന്റെ പേര് പറഞ്ഞെടുത്തേ. അങ്ങോട്ട് തിരിഞ്ഞ് പേര് പറഞ്ഞു കൊടുക്ക്. ഈ ആന്റിമാരെ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിപ്പിക്കണം. അമ്മമ്മയുടെ വീട്ടിൽ പോയിക്ക. അപ്പൊ അമ്മ വന്നാലാണ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ തിന്നാൻ കിട്ടും. ഓക്കെ. ഇവരെ അവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും അച്ഛൻ പോയിട്ട് റൂമൊക്കെ ഒതുക്കി സെറ്റാക്കാം. അപ്പോഴേക്കും ഇവര് റൂമിലേക്ക് പോവും. അപ്പം മോൻ പോയിട്ട് കഴിക്കാൻ വരെ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. ഇത് നിങ്ങളുടെ കിണറാ? ഇരുമ്പുളി പിടിച്ചോ? ഇരുമ്പുളി എനിക്കും കൂടി നല്ലത് പിടിച്ചോളാ. ഞാൻ പഠിക്കുന്നു. അമ്മേ
എന്തൊരു പകുതി കാട്ടിയാണ് നിന്റെ അമ്മ എന്നാണ് വരാ? നാളെ. അമ്മമ്മക്ക് അസുഖം വല്ലതുണ്ടായിരുന്നോ? അവിടെ ഈ വീട് നിങ്ങൾ എന്ന് തൊട്ടാ ഇവിടെ വന്നു തുടങ്ങിയ ഈ വീട്ടില്? തനിയാനോ ചേട്ടനോ വല്ലവരുണ്ടോ? ചേച്ചിയുടെ പേരെന്താ? എത്ര പഠിക്കണ്? നിന്റെ അച്ഛനും അമ്മയൊന്നും ഞങ്ങൾക്ക് ഒന്നും കുടിക്കാൻ തന്നില്ല, നീയും കുടിക്കാൻ തന്നില്ല. ഇരുമൂള് തന്നില്ലേ? ആ തിന്നാലേ പറ്റുള്ളൂ, കുടിക്കാൻ പറ്റുള്ളൂ. ഇരുമൂളിൽ ചാറില്ലേ? അത് പിന്നെ കുടിക്കാല്ലേ? നിനക്ക് കൂട്ടുകാരുണ്ടോ? പേര് പറഞ്ഞേ. നമ്മുടെ റൂമല്ലേ? ചിലപ്പോ സുന്ദരം വൃത്തിയാക്കിയപ്പോ പലതും വീണ വരും. ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു പ്രശ്നം വീട്ടിന് എന്തോ ഉണ്ട്. അതിപ്പോ എങ്ങനെയെങ്കിലും വീണ വരും. ഇത് സുന്ദരം വൃത്തിയാക്കിയപ്പോ തട്ടിയതായിരിക്കും. പക്ഷെ മരം എങ്ങനെ വീണു? ഇത്ര വലിയ മരം കാറ്റടിച്ചിട്ട് സുന്ദരൻ എന്തോ നമ്മുടെ അടുത്ത് മറക്കുന്നുണ്ട്. നമുക്കത് കണ്ടില്ല. ആ ബോള് വന്നത് സുന്ദരൻ പറയണേ സുന്ദരനല്ല തെങ്കിലും ഞാൻ നോക്കിയപ്പോൾ കാണാനില്ല. ആ ഇതുപോലെ പാത്രം പാമ്പായിരിക്കും. പാമ്പിന് ഇത്ര വലിയ അച്ഛനെ പറയാൻ വേണ്ടി റൂമിലൊരു ശബ്ദം വരുന്നു. ഈ റൂമിൽ എന്തോ ഉണ്ടല്ലോ. ഈ റൂമിൽ എന്തോ വെള്ളി മുമ്പ് ഭയങ്കര പുളിയാ. ഇതിന് പുളി കുറവാണ്. ആരുടെ ഫോൺ അടിക്കണ്ടല്ലോ? എൻ്റെ ഫോണിൽ അയ്യോ അമ്മ വിളിക്കാന്ന് പറയണ. ഞാൻ വിളിച്ചിട്ട് വരാം. ആ മേഡം 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 റൂം വൃത്തിയാക്കിയിട്ടില്ല. നമുക്ക് റൂമിലേക്ക് പോവാം. മറ്റേ മേഡം ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞ് എടുക്കാൻ പോയേക്കാം. ആ ഇപ്പോൾ ഈ വഴി പോകാറുണ്ട്. പാടാ നീ കട പോയാ? പൈസ